സഹോദരങ്ങളെ, ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അദ്ദുആ, അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അമലുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ഹറാമുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അമലു സ്വാലിഹാത്തൊക്കെ കൊണ്ട് ധന്യമായി എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ്. കാരണം എത്ര തന്നെ അമലുകൾ ചെയ്താലും നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെയും അതുപോലെയുള്ള സാലിഹ്യങ്ങളുടെയും ദുആ നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അവർ പറയുകയാണ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യേണ്ട കാര്യമാണ്. റബ്ബന, എന്റെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, എന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ, ബഅദ ഇദ് ഹദൈതന, എനിക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം. നമ്മളിൽ പലരും പല കോലത്തിൽ ജീവിച്ചവരായിരിക്കാം ദീന് മനസ്സിലാക്കാത്ത കാലഘട്ടത്തിൽ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമായി ദീനിന്റെ വെള്ളി വിളിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ മരിച്ചു പോകാമെന്ന് നമ്മൾ വ്യാമോഹിക്കാൻ പാടില്ല. അമലുകൾ ചെയ്യണം, അതുപോലെ ആത്മാർത്ഥമായി ഇതുപോലെയുള്ള ദുആകൾ ചെയ്യണം. കാരണം എത്ര ആളുകളെയാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ വലിയ മെമ്പറുകളിലും ഒരുപക്ഷെ വലിയ വലിയ പണ്ഡിതന്മാരായി പോലും ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് അടിപതറിയത് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയത് കൊണ്ടാണ്. ഒന്നുകിൽ അവൻ അമലു സാലിഹാത്ത് ചെയ്തിട്ടില്ല, ഖുർആനുമായി ബന്ധം പുലർത്തിയിട്ടുണ്ടാകുകയില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ദുആ ചെയ്യാൻ അവൻ മറന്നിട്ടുണ്ട്. ദുആക്ക് വലിയ കാര്യമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു വസല്ലമഹു അലൈഹി അവിടുന്ന് ആവർത്തിച്ച് ദുആ ചെയ്യുന്നതായി അവിടുത്തെ ഭാര്യമാർ നമുക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ എഴുതി പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ എഴുതി പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാരാളമായി ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഭാര്യ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാലി അക്തർ ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താണ് ഈ ഒരു ദുആ താങ്കൾ ധാരാളമായി ഉരുവിടുന്നത്? അവിടുന്ന് പറഞ്ഞു, യാ ഉമ്മ സലമ, ഓ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയുൻ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ ഫമൻ ശാഅ അഖാം വമൻ ശാഅ അസാബ്. ആ എല്ലാ ആദം സന്തതികളെയും ഹൃദയങ്ങൾ റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലായിരിക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവൻ നേരെ നിർത്തുകയും അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ തെറ്റിച്ചു കളയുകയും ചെയ്യും. അള്ളാഹു ഒരിക്കലും തന്നെ അന്യായമായി തെറ്റിച്ചു കളയുകയില്ല. മറിച്ച് നമ്മളിൽ നിന്നുള്ള കുറവുകളുണ്ടെങ്കിൽ റബ്ബ് ഒരു പക്ഷെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് കുറവുകളുള്ളവരാണ് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും റബ്ബിനോട് ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. ഉത്തരം കിട്ടുന്ന എല്ലാ വേളയിലും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ദുആയിൽപ്പെട്ടതാണ് ഇത്തരം ദുആകൾ. ഇതല്ലാത്ത ധാരാളം ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം.